ഹായ് അസ്സലാമലൈക്കും. അപ്പം എന്തെല്ലാവരും വർത്താനം സുഖല്ലേ? എന്താ പാട് നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ മഴയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ അറിയുന്ന കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോ കേട്ടോ. വീഡിയോ വലിയ പൊലിവിലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. എടുക്കാനാവില്ലാന്ന് കരുതിയിരുന്നു കേട്ടോ. അതട്ടെ രാവിലക്കത്തൊന്നും ഇല്ലാത്ത ഇത് ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കി എടുക്കാം. പക്ഷെ രാവിലക്കത്തെ കുറച്ച് പരിപാടികളുണ്ടല്ലോ, അതൊന്നും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതെന്താ സംഭവിച്ചാൽ അപ്പോഴൊന്നും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എടുക്കണമെന്ന്. പിന്നെ പെട്ടെന്നുണ്ടായ പ്ലാനിങ് ചെയ്യുന്നിട്ടാ. സത്യം പറഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ മടിയാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ട്രൈപ്പോഡും ഇങ്ങനെ കൈക്ക് പിടിച്ച് നടക്കണ്ടേ എന്നൊക്കെ കരുതിയിട്ട് ഭയങ്കര മടിയാട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ. പിന്നെ വീഡിയോ ഇടാതിരിക്കാനും വെച്ചല്ല. അങ്ങനെ പിന്നെ എന്തായാലും രാവിലെ ഇങ്ങനെ പച്ചക്കറി അരിയലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് താഴത്തെ. അത് കഴിഞ്ഞിട്ട് മേലൊക്കെ അടിച്ചുവാരി തുടക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അപ്പം ഇങ്ങനെ മഴ പെയ്തപ്പോൾ ഒരു പൂതി വെള്ളത്തിൽ കളിച്ചാൽ. എന്തായാലും ഇപ്പോൾ മുറ്റത്തിറങ്ങി വെള്ളത്തിൽ കളിച്ചാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ വാർപ്പിൻ്റെ മേളിൽ നിന്ന് വെള്ളം ചാടിയപ്പോൾ അവിടെ ഇങ്ങനെ കൈ നീട്ടി വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ആ വെള്ളത്തിൽ കളിച്ച് നിന്നിട്ടാ. പിന്നെ ആ കുപ്പീൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ആ വെള്ളം കൂടി കുടിച്ചിട്ട് പിന്നെ എൻ്റെ പണി തുടങ്ങിയിട്ടാ. പിന്നെ നമുക്ക് എന്താ നേരം വെളുത്ത് അടിച്ചൊരു തുടക്കുക വെച്ചുണ്ടാക്കുക അതൊക്കെ തന്നെയല്ലേ പരിപാടി. അപ്പോൾ പിന്നെ എന്തായാലും താഴത്ത് ഇങ്ങനെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് അവിടുത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മേലെ കയറിപ്പോ നിൽക്കണേ. അങ്ങനെ മേലെ റൂമും ആകെ അടിച്ചുവാരിയിട്ടാ. മേലെ അടിച്ചുവാരി തുടക്കാണ്ട് എന്നാണെങ്കിലും പെരും തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്നല്ലാത്ത തിരക്കുള്ളൊരു ദിവസമാണ്. പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ പെരയിൽ പോകുന്ന വീഡിയോ കേട്ടോ. അതായത് ഞാൻ പാർട്ടാക്കിയിട്ടാട്ടോ ഇടുന്നത്. കാരണം വലിയ വീഡിയോ ആണ്, അതുകൊണ്ട് 2 പാർട്ടാക്കിയിട്ടേക്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തിരൂരിൽ നിന്ന് പോണത് വെറ്റുണ്ടാവുള്ളൂ. നാളെയാണ് പാങ്ങിലെത്തിയിട്ടുള്ള വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ടാട്ടോ ഇടുക. കാരണം അത്രക്കും വലിയ വീഡിയോ ആണ്. വല്ല സിനിമ ഇരുന്ന് കാണുന്ന മാതിരി നിങ്ങൾ ഇരുന്ന് മെനക്കെടും കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ വെറുതെ വെറുപ്പിച്ചല്ലോ വെച്ചിട്ട് ഞാൻ കരുതി 2 പാർട്ടാക്കിയിട്ടിടാന്ന്. കാരണം ഓരോ ദിവസവും ഓരോ വീഡിയോയിലും ഇടണ്ടേ. വീഡിയോ ഇടാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വേണ്ടേ. എനിക്കാണെങ്കിൽ ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഇങ്ങനെ ഇപ്പം എന്തിടാ വെച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ നീച്ച് വന്നിയത്. കാരണം ഞായറാഴ്ചയാണ്. രാവിലെ പെരയിലുണ്ടാകുമ്പോൾ ഒരു പരിപാടി നടക്കൂല കേട്ടോ. അതിൻ്റെ പണികൾ തന്നെ കഴിയാൻ വൈകും. ഒരു കാരണമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ലാലുവിനായിട്ട് ഇങ്ങനെ അതായത് നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ലാലുവിനെ കണ്ട ലാലുവിനായിട്ട് അവിടെ വർത്താനം പറഞ്ഞു നോക്കും. അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ ഒരു നേരമാവും. ലാലു ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പണി നീങ്ങൂല കേട്ടോ. ലാലു ഇല്ലാത്ത ദിവസമാണെങ്കിൽ ലാലു കടയിൽ പോകാനാകുമ്പോൾ ഒരുവിധമുള്ളതൊക്കെ കഴിയും. പിന്നെ അടിച്ചുവാരി തുടക്കാനും തിരുമ്മി കുളിച്ചാലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും ലാലു ഉണ്ടാകുമ്പോൾ ലാലു എന്നെ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ ഒരു നേരമാവും. എന്തായാലും മേലെ ഇങ്ങനെ അടിച്ചുവാരിയിട്ടിട്ട് താഴത്തേക്ക് വേസ്റ്റ് കൊട്ടാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ അന്തം വിട്ടിട്ട്. കാരണം കുറേ ദിവസം മുന്നേ ചെടിച്ചട്ടിക്ക് വെയ്ത്താലം നടന്നു. അങ്ങനെ എന്തായാലും ചെടിച്ചട്ടി കിട്ടി. ഒരാഴ്ച ടേബിളും ഇരുന്നിട്ട് ആ ചെടിച്ചട്ടി കാരണം കുഴിച്ചിടാൻ പറ്റിയിരുന്നില്ല. ലാലു മണ്ണ് നിറച്ചതായിരുന്നീന്ന്. അങ്ങനെ പിന്നെ ചെടിച്ചട്ടിയിൽ മണ്ണിറക്കലൊക്കെ ലാലുവിൻ്റെ പരിപാടി കേട്ടോ. കുഴിച്ചിടൽ എൻ്റെ പരിപാടി. അങ്ങനെ പിന്നെ എന്തായാലും ലാലു ഇതേമാതിരി ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഇന്ന് മേലൊക്കെ അടിച്ചുവാരി തുടക്കാൻ പോയിന്ന്. അപ്പോൾ എന്തായാലും അടിച്ചുവാരൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. അപ്പോൾ ലാലു എടുക്കാൻ പോയിന്ന് വെച്ചാൽ രാവിലെ തന്നെ ലാലു കോഴി പാർട്സ് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കോഴി പാർട്സ് കൊടുന്നാൽ വേഗം ഉണ്ടല്ലോ, വേഗം കറിയൊക്കെ വെച്ചിട്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പണിക്ക് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ തന്നെ നെട്ടി. കാരണം മഴ കൊണ്ടിട്ട് എന്തോ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് എൻ്റെ മാപ്പിള പണിയെടുക്കണമെന്നാണ്. അല്ലെങ്കിൽ വെയ്ത്താല നടന്നാലും ചെയ്തു തരൂല കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നാവട്ടെ. പിന്നെ ഇങ്ങനെ ചെടിച്ചട്ടി വീങ്ങി ചെല്ലിച്ചിട്ട് എൻ്റെ നാവും ആൾ കോഴിപ്പാട്സ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അതേമാതിരി കോട്ട് ഇട്ടീന്ന്. അപ്പോൾ പിന്നെ കോട്ട് ഇടാൻ മടിച്ചിട്ടാണോ അഥവാ ഇനി ഇടേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താണെന്നാവോ മഴ ഇട്ട് നിൽക്കണില്ല. അപ്പോൾ പിന്നെ ആളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾ പിന്നെ ആ കോട്ട് ഇട്ടിട്ട് തന്നെ ചെടിച്ചട്ടിക്ക് മണ്ണ് നിറക്കൽ തുടങ്ങിയിട്ടാ. പിന്നെ കറുത്ത പൊടി എന്താ ഇട്ടെടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ആട്ടുംകാട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വളം ഇട്ടെടുത്തേന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ചെടി നല്ല ഉഷാറിലുണ്ടായിക്കോളും. അങ്ങനെ കേട്ടോ. പിന്നെ ഈ ചെടിച്ചട്ടി ഇവിടുന്ന് വാങ്ങിച്ചാൽ തിരൂർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. അതായത് 100 റുപ്യക്ക് 5 ചെടിച്ചട്ടി കിട്ടുമല്ലോ, അങ്ങനെ വാങ്ങിയതേന്ന് കേട്ടോ. പിന്നെ വേറൊരു ചെടിച്ചട്ടി വാങ്ങിന്ന് കേട്ടോ, ടേബിൾ നോക്കാൻ കുഞ്ഞൊരു ചെടിച്ചട്ടി. ഇതിൽ കോമഡി എന്താ വെച്ചാൽ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് ചെടി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ പോരീന്ന്. പിന്നെ അന്ന് പറഞ്ഞാൽ ഒരു മഴ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചെടി കുഴിച്ചിടാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങോട്ട് പോകുകയും ചെയ്തു. അങ്ങനെ അതാട്ടോ ഇതിൽ ഈ വീഡിയോയിൽ എന്താ പറയുക, ചെടി കുഴിച്ചിടുന്നുണ്ടാവില്ല. കാരണം അന്ന് ചെടി കുഴിച്ചിടാൻ പറ്റിയിട്ടില്ല, നിൽക്കാത്ത മഴയായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ എവിടേക്ക് പോകാൻ എന്തെങ്കിലും ഒരു പ്ലാനിങ് കിട്ടാലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് ചെയ്യണമെന്ന് വിചാരിച്ചു അതൊട്ടും നടക്കുന്നില്ല കേട്ടോ. അതേമാതിരി കേട്ടോ ഇതും ഉണ്ടായിരുന്നു. കാരണം ചെടി ഒക്കെ കുഴിച്ചിട്ടിട്ട് വേണം ബാങ്ക് പോരാനെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതൊക്കെ നേരെ തല തിരിഞ്ഞായിട്ടാ. അന്നാണെങ്കിൽ എൻ്റെ പണി കയ്യോളം മഴ തന്നെയാണ് കേട്ടോ. പിന്നെ തിരുമ്മിക്കുളി കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെടി കുഴിച്ചിടാൻ വേണ്ടി നിൽക്കൂലല്ലോ.
പിന്നെ നമ്മൾ ചെടിക്ക് ഇറങ്ങണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ ചെടി വെച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ ഇത് ടേബിളുമ്മേ വെക്കാനുള്ള ചെടിച്ചട്ടി കേട്ടാ, കുഞ്ഞ് ചെടിച്ചട്ടി. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയത്. അവിടെ പെരയിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ മുള്ളുള്ളൊരു ഐറ്റം ചെടി ഇട്ട്. അപ്പോൾ ആ ചെടി ഇങ്ങനെ ടേബിളുമ്മേ വെക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ചെടിച്ചട്ടി വാങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ലാലുവിനോട് പറയുന്നുണ്ട് ഈ ചെടിച്ചട്ടി മണ്ണ് നിറയ്ക്കുന്നു, കാരണം ഇത് 2 ചട്ടിയായിട്ടേ കാരണം. അങ്ങനെ അപ്പോൾ ലാലു ആ വെള്ളച്ചട്ടി എനിക്ക് തന്നിട്ടാ, കൈമ ചളിയാക്കണ്ട പറഞ്ഞിട്ട്, കാരണം മഴ ചെയ്തിട്ട് ആകെ ചെളിപ്പിടിയല്ലേ. അങ്ങനെ കറുത്തച്ചട്ടിക്കാണ് ഇപ്പോൾ ലാലു ആ മണ്ണ് നിറച്ച് തരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അതിക്ക് ഒരു ലേസ് മതി എന്നിട്ടാ, കാരണം പെട്ടെന്ന് നിറഞ്ഞ് കുഞ്ഞി ചട്ടിയല്ലേ. അങ്ങനെ പിന്നെ എന്തായാലും ലാലു അതിക്കും മണ്ണൊക്കെ നിറച്ചെന്ന് അങ്ങനെ അതൊക്കെ സെറ്റാക്കി അവിടെ വെച്ച്. പിന്നെ ഞാൻ ഇതേമാതിരി പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു, അതിൻ്റെ തക്കാളി ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് വെച്ച് പോയത് ചെയ്തിട്ടാ. പിന്നെ ഉമ്മ അവിടെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് ഇമ്മ അങ്ങനെ തിരുമ്മി കുളിച്ചാൻ വേണ്ടി ഉമ്മയും കയറി. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ കുളി കഴിഞ്ഞാൽ പിന്നെ കറി വെച്ചാൽ ഉമ്മാൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. പിന്നെ എനിക്ക് അടിച്ചൊരു തടിയും തിരുമ്പി കുളിച്ചൽ ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടി. അങ്ങനെ ലാലു എന്തായാലും കോഴിപ്പാട്സൊക്കെ കൊടുന്ന് അവിടെ അടുക്കളയിൽ തന്നെ വെച്ചിക്കണം കേട്ടോ. പിന്നെ മുറ്റത്ത് മഴയൊക്കെ പെയ്തിട്ട് കുളമായിക്കണം കേട്ടോ. തെങ്ങിൻ്റെ ചോടാണ് അപ്പം അങ്ങനെയും വെള്ളം കെട്ടിയിരിക്കണം കേട്ടോ. പിന്നെ ചെടികളൊക്കെ മാഷാഅല്ലാ ഉഷാറിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ചെടി കേട്ടോ, എന്താ പറയുക നമ്മൾ ഓലൻ്റെ ഒക്കെ മാതിരിയിട്ട് ഈ ഒരു ചെടി. അങ്ങനെ പിന്നെ എന്തായാലും ആ ചെടി കുഞ്ഞൊരു തൈ എനിക്ക് വലിയതായിക്കണം, ഞാൻ ചട്ടിയൊക്കെ എന്തൊക്കെയാലും എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ചട്ടി തന്നെ 2 ചെടിയൊക്കെ ആയിട്ടോട്ടെ ഇരിക്കണം, അതിനൊക്കെ പറിച്ചെക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ തന്നെ അതിൻ്റെ ചെടി മാറ്റി വെക്കണം. പിന്നെ അപ്പുറത്തേക്ക് വന്നപ്പോൾ ഇതേമാതിരി ഞങ്ങളെ അടുക്കളയുടെ മുന്നത്തെ തൊടുവിൽ ആകെ പൊന്തിയും കാടും കെട്ടിയിരിക്കുന്നു കേട്ടോ. കാരണം മഴ ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്ര വെട്ടി വൃത്തിയാക്കിയാലും അത് അങ്ങനെ തന്നെയല്ലേ കാരണം. അപ്പോൾ എന്തായാലും പൊന്തിയും കാടൊക്കെ കിട്ടി. അപ്പോൾ ലാലുവിന് ഏതായാലും ഞായറാഴ്ച ലീവല്ല, അപ്പോൾ ലാലുവിനോട് ആ പൊന്ത വെട്ടാൻ പറഞ്ഞു. അപ്പോൾ ലാലു ആ പൊന്ത വെട്ടണ തിരക്കാട്ടാ. ആ ഒരു തൊട് നമ്മളെ വൈക്കുള്ള ഭാഗമെങ്കിൽ നമ്മൾ പൊന്ത വെട്ടിയാൽ ആ ഒരു വൃത്തിയില്ലേ കാരണം. മറ്റെന്താ വെച്ചാൽ നമുക്ക് പേടിയുണ്ട് കേട്ടോ, കാരണം രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കടക്കുമ്പോൾ നല്ല ജന്തുക്കൾ ഉണ്ടാവും എന്നുള്ള പേടിയല്ലേ. പിന്നെ കൊതുകുകളെ ശല്യം അതും പറയും വേണ്ട, പെരുംജാതി കൊതുകാട്ടോ. പിന്നെ രാത്രിയൊന്നും ജനാല തുറന്നിടാൻ പറ്റില്ല, അതായത് നമ്മൾ മഗ്‌രിബിൻ്റെ ആ ടൈം വരെ ജനാല തുറന്നിടാൻ പറ്റില്ല. മഗ്‌രിബിക്ക് ശേഷം തുറന്നിട്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ ആ മഗ്‌രിബിൻ്റെ ആ ടൈമിൽ നല്ല കൊതുകുണ്ടാവും. പിന്നെ ഈ മഴ ചെയ്തിട്ട് ഈ പന്തിയും കാടൊക്കെ കെട്ടിയാൽ തന്നെ കൊതുകല്ലേ, കാരണം ഓരോ ഡെങ്കിപ്പനി ആ പനി ഈ പനി പറഞ്ഞിട്ട് പലതരം പനികൾ അത് വേറെ. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മ ഏൽപ്പിച്ചേട്ടെ ലാലുവിന് ഈ ഒരു പരിപാടി പൊന്ത വെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാലു പൊന്ത വെട്ടണ തിരക്കട്ടെ. അപ്പം ഞാനവിടെ ഇങ്ങനെ കയറി നിന്ന് എന്തിനാ വെച്ചാൽ അവിടെ ബാക്കിൽ കണ്ടൊരു പൂളക്കൊമ്പ്, അപ്പോൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ താഴെയുള്ള പൊന്തൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലാലു പൊന്ത വെട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ച് ചെയ്തിട്ടാ. അപ്പോൾ ലാലുവിനോട് ഞാൻ പറയും വേഗം വെട്ടി എനിക്ക് എൻ്റെ പണിയെടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ലാലു കുറ്റിയോടുക്കനെ വെട്ടാൻ നോക്കാട്ടോ. ലാലു ഇതാ മുതലെന്ന് ലാലുവിൻ്റെ പണി നോക്കട്ടെ. ഞാനാണെങ്കിൽ എൻ്റെ പണിയൊക്കെ അവിടെ ഇട്ട് തന്നിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനും മാറ്റാനും ഒരുങ്ങാനൊക്കെ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അതാട്ടോ പൊന്തിയിൽ ഒരു സാധനം കണ്ടത്, എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായതാ? മറ്റേതില്ലേ എന്താ പറയുക, മാന്തോളി നാരങ്ങ കേട്ടാ. അപ്പോൾ അത് കേടാണ് തോന്നുന്നു കേട്ടോ. ലാലു എടുത്ത് അങ്ങനെ തന്നെ ഇട്ടിട്ട്, കാരണം കൊതുക് കടിച്ചിട്ടേ കൊതുകുകൾ മനുഷ്യന്മാരെ കൊല്ലും, അമ്മാതിരി കൊതുകുകളാട്ടെ. ഞാനാണേലോ കായില്ലാത്ത ഇറച്ചി കിട്ടണ മാതിരി വെറുതെ അവിടെ അങ്ങ് നോക്കിക്കട്ടെ. ലാലു ആകെ നഞ്ഞുറ്റിയിരിക്കണ് ആ മഴച്ചാറ്റിലൊക്കെ കൊണ്ടിട്ട്. അങ്ങനെ എന്തായാലും കോട്ടും സൂട്ടൊക്കെ ഊരിട്ടിട്ട് പിന്നെ പൊന്തട്ട ഇറങ്ങിയിരിക്കണം കേട്ടോ. കോട്ടിട്ടിട്ടാണെങ്കിൽ ലാലുവിന് കൊതുകടി അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ലാലു വേഗം പരിപാടി വെച്ചാൻ വേണ്ടിയിട്ട് കോട്ടൊക്കെ ഊരിയിട്ടിട്ട് വേഗം പൊന്തിയും കാടും വെട്ടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കട്ടെ. ഞാൻ പൊട്ടത്തിയാളെ മാതിരി അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുകയെന്നിട്ടാ. പിന്നെ ഇപ്പോൾ നമ്മളെ മാപ്പിളമാരുണ്ടാകുമ്പോൾ ഓലറ്റ് ഇങ്ങനെ 1, 2 പറഞ്ഞ് നിൽക്കുക അതൊരു രസമാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പണിയെടുക്കുന്ന ടൈമിൽ ഓലുണ്ടെങ്കിൽ ഓലെ ചങ്ങാൻ നോടാൻ നിൽക്കാമല്ലോ. ഇനി വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും വർത്താനം പറയാനൊന്നും ഉണ്ടാവില്ല, അല്ലാത്ത ടൈമിലാണ് വെറുതെ ഓരോന്ന് പറഞ്ഞ് ഏതുണ്ടാക്കി കൊണ്ട് വെയ്ത്താലാൻ നടക്കട്ടെ. അങ്ങനെ നിന്നപ്പോൾ അതാ കൊതുകുകളിതാ കൊല്ലണ വിധത്തിൽ വെച്ചിട്ടോറെ കൊതുക് കടിച്ചിട്ട കാലും കൈമൊക്കെ കൂടെ. അപ്പം ഞാനെന്താ കാട്ടി, കൊതുക് കടിച്ചിങ്ങനെ നോക്കി നിന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കാണിച്ചു തരാം എന്നിട്ട്. ഈ കൊതുക് കടിച്ചിട്ട് കാണാൻ നല്ല രസമല്ലേ. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഇതൊക്കെ എന്നിട്ട് പരിപാടി. എങ്ങനെ വെച്ചാൽ കൊതുക് കടിച്ചിങ്ങനെ നോക്കി നിൽക്കും, എന്നിട്ട് അതിൻ്റെ പള്ള അങ്ങോട്ട് വീർത്ത് ചോര കുടിച്ചിട്ട് അതിൻ്റെ പള്ള വീർക്കുമല്ലോ, അപ്പോൾ അതിനോട് തച്ചൊല്ലു കിട്ടാം. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം എന്നിട്ട് എനിക്ക്. അപ്പോൾ ലാലുവിനോട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ലാലു റിച്ച് സൈക്കോടെ അറിയിട്ടാ, കാരണം ഇങ്ങനത്തെ ഓരോ വട്ടാളുണ്ടായി നിൻ്റെ കൈക്കും. അപ്പോൾ അതേമാതിരി ലാലു അവിടെ പൊന്തയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കൊതുക് ചോര കുടിച്ചിട്ട് നോക്കി കേട്ടോ. ഈ ലാലുവിനെ കാണിച്ചെടുത്തപ്പോൾ ലാലു തല്ലാൻ വന്നപ്പോൾ ഒക്കെ കൊതുക് പാഞ്ഞ് വെറുതെ ഒരു തല്ലും കൊണ്ട് ഞാൻ കേട്ടോ. കൊതുകിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തിക്കണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണി എടുക്കാൻ വേണ്ടി വന്നു, കാരണം അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കണ്ടേ, വേറെ ആരും എടുത്ത് തരൂലല്ലോ. പിന്നെ ഈ ഒരു സംഭവം എന്താ ആർക്കെങ്കിലും മനസ്സിലായത്, ഞാൻ ലാലുവിന് ഗിഫ്റ്റായിട്ട് കൊടുത്തേ എന്നിട്ട് റെസിനാർട്ടിൻ്റെ ഒരു കീ ചെയിൻ ഞങ്ങളെ ഫോട്ടോ വെച്ചിട്ട്, ഇത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതുണ്ടാവല്ലോ എന്ത്
കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ട് ഉണ്ടാവില്ല, അങ്ങനെ ആ ഫോട്ടോഷൂട്ടിന് എടുത്ത ഫോട്ടോസ് രണ്ടേന്ന് ഇട്ടത്. എനിക്ക് 2 ഫോട്ടോ നല്ല ഇഷ്ടപ്പെട്ടു. അത് കാരണം ഞാൻ ആ 2 ഫോട്ടോ വെച്ചിട്ട് കീ ചെയിൻ ഉണ്ടാക്കിയേക്കണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മേലെ അടിച്ചുവാരൽ കഴിഞ്ഞ് താഴത്തേക്ക് വന്നിരുന്നില്ല, പിന്നെ താഴെ അടിച്ചുവാരാൻ വേണ്ടി നിന്നിട്ടാ. പിന്നെ ഞാൻ എങ്ങനെയാ വെച്ചാൽ താഴെ അടിച്ചുവാരിട്ടിട്ട് മേലെ പോയിട്ട് മേലെ അടിച്ചുവാരി തുടച്ചിട്ടാണ് പിന്നെ താഴെ തുടക്കലുള്ളൂ കേട്ടോ. കാരണം ലാലു കടയിൽ പോകണം, അമ്മ പിന്നെ വർക്കിന് പോകണമെങ്കിൽ അമ്മ വർക്കിന് പോയതിന് ശേഷമൊക്കെ ഞാൻ പിന്നെ അടിച്ചുവാരി തുടക്കുള്ളൂ കേട്ടോ താഴെ. ഇനിയിപ്പോൾ അടിച്ചുവാരിയിട്ട് മേലെ കയറിയാലോ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കച്ചറായിട്ടുണ്ട് കേട്ടോ. കാരണം അടുക്കള പണിയാകുമ്പം അങ്ങനെ ചെറിയ പൊട്ടും മുറിയൊക്കെ ഉണ്ടാവില്ല, വലിയ കച്ചറൊന്നും ഉണ്ടാവില്ല. പിന്നെ 2ാം പണിയല്ലേ, അപ്പം പിന്നെ എന്തായാലും ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ബേസ് കഴുകാൻ വേണ്ടി നിന്നിട്ടാണ്. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ലാലു ഇവിടെ വന്നിട്ട് താടി ശരിയാക്കും. അങ്ങനെ ഇട്ടാ പിന്നെ ഇവിടെ വല്ലാതെ ഉപയോഗിക്കൂല കേട്ടോ. ഇവിടെ ഉപയോഗിക്കുന്ന ആളാരാച്ചാൽ ലാലുവിനുള്ളൂ കേട്ടോ. ഞാനും ഉമ്മയ്ക്കാണ്ട് അടുക്കളയിൽ കേൾക്കാരട്ടെ കൈയൊക്കെ കേൾക്കാൻ പോകും. ലാലു ഇവിടുന്നേ കൈ കഴുകുള്ളൂ. ഇവിടെ വൃത്തികേടാക്കണ ആളും ലാലു തന്നെയാണ്. അങ്ങനെ പിന്നെ എന്തായാലും അവിടെയൊക്കെ വൃത്തിയാക്കട്ടെ. പിന്നെ നമുക്ക് നമ്മളോടൊക്കെ പോകാൻ പറയുമ്പോൾ ഒരു പൊലിവല്ലേക്കാരം. പണിയൊക്കെ എത്ര ഉണ്ടായാലും വേഗം പണികൾ വെച്ച് പോകാൻ വേണ്ടി നോക്കില്ലേക്കാരം. അതാണല്ലോ മഴ കൊണ്ടുപോകും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നേരം വെളുത്തപ്പോൾ തുടങ്ങിയ മഴയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നിട്ടാ, നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ വിചാരിച്ചാൽ അപ്പം മഴ പെയ്യും, എല്ലാം കേട്ടോ മഴ പെയ്യൂല പറഞ്ഞിട്ട് ഞാൻ ലാലുവിനോട് പരാതി അറിയുന്നു കേട്ടാ. നമുക്കിപ്പോൾ ലാലുവിനോടല്ലേ പരാതി അറിയാൻ പറ്റുള്ളൂ, മഴനോട് പരാതി അറിഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ എന്തായാലും ഞങ്ങൾ പോകാൻ നേരത്തൊക്കെ ആയപ്പോൾ മഴയൊക്കെ ഒന്ന് അമർന്നീന്ന് കേട്ടോ. അതുകൊണ്ട് കഴിച്ചലായി. രാവിലെ മൊത്തത്തിൽ മഴയേക്കാരം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വെയിലുണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിൽ പറഞ്ഞാൽ ഫുള്ള് മഴയേക്കാരം. അങ്ങനെ പിന്നെ എന്തായാലും വാഷ് ബേസൊക്കെ കഴുകിയിട്ട് വേണം പിന്നെ എനിക്ക് അടിച്ചുവാരി തുടക്കാനൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ വാഷ് ബേസൊക്കെ കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ ലാലു പന്തൊക്കെ വെട്ടി വന്നിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേലെ അടിച്ചുവാരി ഇട്ട് പോകുന്നല്ല, അവിടെ പിന്നെ തുടച്ചിടട്ടെ എന്ന് കരുതിയിട്ട്. കാരണം ഞാൻ ഇനിയിപ്പോൾ അങ്ങക്ക് പോരില്ലേ, അപ്പോൾ പിന്നെ മേലൊക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ചിട്ടിട്ട് പോരാന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പിന്നെ മേലെ അടിച്ചുവാരി തുടക്കാൻ വേണ്ടി കയറിയതേന്ന്, അല്ല സോറി തുടക്കാൻ വേണ്ടി കയറിയതേന്ന് കേട്ടോ. അങ്ങനെ വേഗം വേഗം തുട കഴിച്ചാൻ വേണ്ടി നോക്കട്ടെ. ഞാൻ തുടച്ച് വരുമ്പോൾ ലാലു അപ്പുറത്ത് എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, നിങ്ങൾ കുഞ്ഞു കുട്ടികളെക്കാട്ടും കഷ്ടമാണ് അറിയട്ടെ. ഞാൻ തുടച്ചിങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടാവില്ല, ലാലു കുളി കഴിഞ്ഞിട്ട് അങ്ങനെയാണ്ട് പോരും. പിന്നെ പറയണ്ടല്ലോ, എത്ര ചവിട്ടിയിട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം ആ വെള്ളത്തോടുക്കനെ കൂടിയിട്ടാവും പോരുക. എന്നിട്ട് ആകെ വെള്ളക്കളിക്കാരട്ടെ. ആ 2 റൂമിലാകെ വെള്ളക്കളിക്കാരം. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ വേഗം തുടയൊക്കെ കഴിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ലാലു അങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ പൊന്ത വെട്ടി സെറ്റാക്കിയിരിക്കണം കേട്ടോ. നമ്മൾ പെരേക്ക് വരുന്ന വഴി ഭാഗമൊക്കെ പൊന്തൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ അടിച്ചാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. പിന്നെ നൂൽപുട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോഴിപ്പാട്സായിരുന്നു. ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്ത് പോയതായിരുന്നു. ഉമ്മമാരെ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം കറി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കോഴിപ്പാട്സൊക്കെ കൂട്ടിയിട്ട് നൂൽപുട്ട് തിന്നിട്ടാ. ശരിക്കും ഈ നൂൽപുട്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ പട്ടാണിക്കടലയാണ് രസം കേട്ടോ. പിന്നെ അന്ന് ലാലു അങ്ങനെ കോഴിപ്പാട്സ് എടുത്തപ്പോൾ അങ്ങനെ കോഴിപ്പാട്സ് ആക്കിയിട്ടാ. അങ്ങനെ പിന്നെ 3 ആളും കൂടി ഇരുന്ന് ചായ അടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ലാലു എന്താ മേത്ത് കൂടെ തുണി ഇട്ടിരിക്കണെന്ന് വെച്ചാൽ ലാലു പൊന്തൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ആകെ നനഞ്ഞുറ്റിന്ന്. അപ്പോൾ ആ കുപ്പായം ഊരിയിട്ടേന്നിട്ടാ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് കണ്ടപ്പോൾ ലാലു മേത്ത് കൂടെ തോർത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടതേന്നിട്ടാ. പിന്നെ കൊതുകളെ കടി അത് അതിലേറെ ഇട്ട് ലാലുവിൻ്റെ മേലാകെ ചോർത്തുക്കണം കേട്ടോ കൊതുക് കടിച്ചിട്ട്. എൻ്റെ മേത്ത് കൊതുക് കടിച്ചാൽ ആകെ കുരു മൊയും പൊന്തേക്കാരട്ടെ. ഞാൻ പറയും ആരം പൊന്തിയ മാതിരിയാണ് അറിയാം. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ എന്താ പറയുക കൊതുക് കടിച്ചാണ്ടല്ലോ തണുക്കുക. അത് തണർത്താൽ ഇങ്ങനെ നമ്മൾ മാന്തി മാന്തി പിന്നെ അവിടെ മുറിയാവും, പിന്നെ അവിടെ ഒരു കറുത്ത പാടാവും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പറയട്ടോ. അപ്പോൾ ലാലു ഇതേമാതിരി ഭയങ്കര ചൊറിച്ചിലും കൊതുകളേ ഉള്ളൂ ആ ഒരു പറമ്പിൽ. അങ്ങനെ ഈ പൊന്തയും കാടൊക്കെ കിട്ടിയിട്ടേ. അപ്പോൾ പിന്നെ എന്തായാലും ലാലു വേഗം വന്നിട്ട് ആ ഡ്രസ്സൊക്കെ അഴിച്ചിട്ടിട്ട് കുളിച്ചാൻ പറഞ്ഞപ്പോൾ ലാലുവിന് കുളിച്ചാൻ ഭയങ്കര മടി. ആ മരത്തുനിന്ന് കയറി വന്നതല്ലേ, അപ്പോൾ ഭയങ്കര മടി കൊടുക്കുക. അപ്പോൾ ലാലു പറഞ്ഞു ഇനി ചായ കഴിഞ്ഞിട്ട് കുളിച്ചാന്നിട്ട് അങ്ങനെ പിന്നെ ചായ അടിച്ചാൻ വേണ്ടി ഇരുന്നേ എന്നിട്ട് അങ്ങനെ ഓലെ ചായയൊക്കെ കഴിഞ്ഞ് ഓൾ നീച്ചു പോയിട്ടാണ്. ഞാൻ പിന്നെ ഇങ്ങനെ ചായ ഊതിക്കൊണ്ട് നിൽക്കണം എന്താ വെച്ചാൽ തിളച്ച ചായയാണ്. എനിക്കാണല്ലോ ചൂടാറ്റിയിട്ട് കുട്ടികളെ മതി നല്ല ചൂടാറിയാലേ എനിക്ക് ചായ കുടിച്ചാൽ പോയിക്കോളൂ കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ചായ ഊറ്റി വരും ഇതൊക്കെ ഒപ്പിച്ച് അങ്ങനെ എന്തായാലും പിന്നെ നല്ല തണുത്താലോട്ട് രസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇളം ചൂട് ഉണ്ടാവുമല്ലോ ആ ഒരു ടൈമിൽ. പിന്നെ ഞാൻ ഈ കിടന്ന് കുരക്കണം എന്താ വെച്ചാൽ എനിക്ക് കുരയും പനിയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ തിരൂരിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഉണ്ട്. തിരൂരിൽ നിന്ന് പോരുന്നതിൻ്റെ 4-5 ദിവസം മുന്നേ തുടങ്ങിയിരിക്കണം കുരയും പനിയൊക്കെ. എന്തായാലും ഇപ്പോൾ തിരൂരിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയി തുടങ്ങിയിട്ട്, തിരിച്ച് പോകാനായിക്കണം. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ കുരയുള്ള ടൈമിൽ ഒരു ഇളം ചൂടില്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ആ ചായ ഇങ്ങനെ ഇളം ചൂടിൽ ചൂടാറ്റിയിട്ട് അങ്ങനെ ആ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ മറ്റാൾക്കാരൊക്കെ നീച്ചേക്കണം കേട്ടോ. ഓലെ ചായയൊക്കെ കഴിഞ്ഞിന്ന് ഞാൻ പിന്നെ ആക്കത്തിലിരുന്ന് ചായ അടിച്ചിട്ടാ. ചായ ആണെങ്കിലും ഊറ്റിയാണ് കുടിച്ചിരുന്നത്. പക്ഷേ ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ നെഞ്ഞത്ത് എന്തോ ഇരിക്കണ മാതിരി കേട്ടോ. അങ്ങനെ കഫക്കെട്ടൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എന്തായാലും ചായക്കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പാത്രം മോറി ഒതുക്കി വൃത്തിയാക്കണമല്ലോ അവിടെ.
അങ്ങനെ പിന്നെ പാത്രം മോറാൻ വേണ്ടി വന്നേട്ടാ. അപ്പോഴേക്കും ലാലു മേലെ കയറിയിരിക്കുന്നു. ലാലുവിനെ കുളിച്ചാൻ വേണ്ടി പറഞ്ഞയച്ചാണ് കേട്ടോ. കയറി ചെന്നപ്പോൾ എന്താ ലാലുവിന് പരിപാടി ഫോണിൽ കളിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ തിന്ന് ക്ഷീണം മാറ്റാൻ കിടന്നിക്കട്ട ആള്. അങ്ങനെ പിന്നെ എന്തായാലും ആളവിടെ കിടന്നോട്ടെ, നമുക്ക് നമ്മുടെ പണികൾ അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നെ വേഗം ഞാൻ പാത്രങ്ങളൊക്കെ മോറി വൃത്തിയാക്കാൻ വേണ്ടി നിന്നിട്ടാ. പിന്നെ നമ്മൾ എത്ര മോറി വെച്ചാലും ഇതേമാതിരി ഒരു ഗ്ലാസ് ഒരു പാത്രം ഉണ്ടാവും അവിടെ പരന്ന് കിടക്കണം. അങ്ങനെ അപ്പൊക്കെ കണ്ട് മോറി വെച്ചാൽ അതാണ്ട് കയ്യൊന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഒന്നായിട്ട് വാരി വിളിച്ചെടുത്ത് മോറി വെക്കാൻ വേണ്ടി ഒരുങ്ങി. പിന്നെ മോറി വെച്ച പാത്രങ്ങളൊക്കെ കഴുകി അപ്പുറത്തേക്കും ഇപ്പുറത്തൊക്കെ എടുത്തൊക്കെ കേട്ടോ. പിന്നെ ഈ വലിയ വലിയ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ വെക്കട്ടോ. വെള്ളം ഇറങ്ങുന്നതിൻ്റെ ശേഷമാണ്, അതായത് വെള്ളം വറ്റിയതിൻ്റെ ശേഷമാണ് പിന്നെ മാറ്റി വെക്കട്ടോ. പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പാത്രം സ്റ്റാൻഡൊക്കെ വെക്കണം. അങ്ങനെ പിന്നെ പാത്രം മോറലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് അത് പിന്നെ നമുക്ക് ആ ഭാഗം നോക്കണ്ടേ. പിന്നെ നമുക്ക് താഴെ അങ്ങനെ ഇതാക്കിയാൽ മതിയല്ലോ, തുടച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ പാത്രം മോറിയെടുത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ തുടപ്പൊക്കെ അവിടെ ഇട്ട് പിന്നെ എന്തായാലും പാത്രം മോറലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ടേബിൾ തുടക്കാൻ വേണ്ടി വന്നിട്ട്, കാരണം ടേബിൾ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും ടേബിളൊക്കെ തുടക്കാൻ വേണ്ടി നിന്ന്. പിന്നെ ആ പാത്രം നിങ്ങൾക്ക് മനസ്സിലായില്ല, ആ ചെടിച്ചട്ടി കുഞ്ഞി ചെടിച്ചട്ടി കേട്ടോ. എനിക്ക് ആ ചെടിച്ചട്ടി കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ. അപ്പോൾ ആ കണ്ട രസത്തിൽ അങ്ങനെ ആ ചെടിച്ചട്ടി കൊണ്ട് വേഗി പോകുന്നത് ചെയ്യുന്നിട്ടാ. ഇനി അതിലെന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ട് വലിയ വലുപ്പം വെക്കാത്ത ചെടികളുണ്ടാവില്ല, അങ്ങനെ വെക്കണം. ഞാനിത് വേങ്ങിക്കണം എന്താ വെച്ചാൽ അവിടെ ഒരു മുള്ളിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇതേമാതിരി അവിടെ ഇവിടെയൊക്കെ കൊമ്പും ചുള്ളിയായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ നല്ല രസമല്ലേ വെച്ചിട്ട് അങ്ങനെ വേങ്ങിയിട്ടാ ആ ഒരു ചെടിച്ചട്ടി. അപ്പോൾ എന്തായാലും ചെടി അതിൽ വെച്ചിട്ടില്ല കേട്ടോ, മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി അവിടെ വെച്ചിരിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ തുടക്കാൻ വേണ്ടി നിന്നിട്ടാ. കാരണം ഈ മേലത്തെ തൊടി നനയൊക്കെ കഴിഞ്ഞാലേ അടിയിലേക്ക് തുടച്ചിട്ട് കാര്യമുള്ളൂ, മറ്റേ ആകെ വൃത്തികേടായിട്ടല്ലേ കാരണം. പിന്നെ എനിക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ നിലം തുടക്കലാട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അതായത് മേലെ എന്താ പറയുക, നമ്മളെ ടേബിളും റാക്കും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നിലം തുടക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. മറ്റേ നമ്മളവിടെ തുടച്ചും കൊണ്ട് ഇതാക്കുമ്പോൾ ആ കച്ചറൊക്കെ നിലത്ത് പോകുക, അപ്പോൾ അത് രണ്ടാം പണിയല്ലേ. അപ്പോൾ പിന്നെ അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിലം തുടക്കാൻ വേണ്ടി ഒരുങ്ങിയതിട്ടാ. പിന്നെ ഇതിന്മേ എന്താ ഗ്രില്ലുമ്പോൾ എന്താ കാണുന്ന സംഭവം എന്നാക്കില്ല, അതൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ആ ഒരു നീല സാധനം എന്താണെന്ന്. പിന്നെ എന്തായാലും നിലം തുടയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയുടെ ഭാഗത്ത് ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഇടുന്ന അവിടെ ഇതേമാതിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു വിട്ടാൽ, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മഴ ചെയ്തിട്ടൊക്കെ ചളി തെറിച്ചിട്ടുണ്ടാവേ. അപ്പോൾ പിന്നെ ഇങ്ങനെ വെള്ളം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് ഒന്നങ്ങനെ നമ്മൾ ഇത് അങ്ങനെ അടിച്ചൊരു എടുക്കും കേട്ടോ. ഞാൻ പിന്നെ ഒരു പുള്ളിയിട്ട് അങ്ങനെ അവിടുത്തെ വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അവിടെ ഇതേമാതിരി ടൈൽസ് ഇട്ടിരിക്കണം കേട്ടോ. അവിടെ അങ്ങനെ മെഷീൻ ഇട്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ തിരുമ്പി അതൊക്കെ ഇങ്ങനെ തോരയിടും കേട്ടോ. എന്നിട്ട് അവിടെ വെള്ളം ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ മേലെ റൂമിൽ കൊണ്ടുപോയിട്ട് തോരയിടുക. പിന്നെ മെഷീനിലിട്ട് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നേരെ മേലെ റൂമിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് തോരയിട്ടിട്ട്, കാരണം വേഗം ഉണങ്ങി കിട്ടും. മെഷീനിലിട്ട് ഉണക്കിയാൽ പിന്നെ വലിയ പരിപാടി ഇല്ലല്ലോ, ഒന്ന് ചെറുതായിട്ട് കുറച്ച് കാറ്റ് തട്ടിയാൽ നമ്മളെ ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടും. ഈ മഴ ആകുമ്പോൾ ഡ്രസ്സുകൾ ഇങ്ങോട്ട് ഉണങ്ങി കിട്ടൂല, ഡ്രസ്സുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണമല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെയൊക്കെ തുടച്ച് എന്താണ് അതായത് ചൂലായിട്ടൊന്നും അടിച്ചില്ല, ഈ ഒരു പുള്ളിയിട്ട് അങ്ങനെ അടിച്ചെടുക്കലാട്ടോ വെള്ളം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മേലത്തെ മഫും താഴത്തെ മഫും ഒക്കെ കൂടെ എടുത്ത് കൊടുന്നിട്ട് ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ രണ്ടും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മേലൊക്കെ റൂമൊക്കെ പോയിട്ടാണ്. റൂമിൽ പോയിട്ട് പിന്നെ കർട്ടനൊക്കെ പൊന്തിച്ച് പിന്നെ അവിടെ ജനാലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട്, ഈ ജനാലൊക്കെ ഒന്ന് തുറന്നിട്ടാൽ തന്നെ ഒരു എന്താ പറയുക, റൂമൊക്കെ ഒരു കാറ്റും വിളിച്ചൊക്കെ കയറിയിട്ട്. ഞാൻ പിന്നെ എങ്ങനെ ഇട്ട് രാവിലെ പണികൾ തുടങ്ങുമ്പോൾ തന്നെ ജനാലൊക്കെ തുറന്നിടും, പിന്നെ ഒന്ന് കാറ്റും വിളിച്ചൊക്കെ വരും. അങ്ങനെ പിന്നെ ജനാല ഇതൊക്കെ തുറന്നിട്ട് പിന്നെ പോവാനുള്ള ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്തായാലും ബാഗ് പാക്കിങ് അല്ല, അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും ഒന്നായിട്ടുണ്ട് വാരി വലിച്ചിട്ടിട്ട് ആദ്യം കണ്ട് ഒതുക്കി പെറുക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം ബാഗ് പാക്കിങ് ആണെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെ അരുവിൽ മുക്കിലൊക്കെ ആയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓരോന്ന് എടുത്തിട്ട് അവിടെ ഇവിടെ കൗട്ടാണ് വെക്കുക. പിന്നെ കുറച്ച് സാധനങ്ങൾ എൻ്റെ ബാഗിലുണ്ടാവും. അപ്പോൾ പിന്നെ ഏതായാലും പാങ്ങുമല്ലോ, പോകേണ്ട സാധനങ്ങൾ തപ്പിയാൽ കൊണ്ട് കിട്ടില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ കേൾക്കാറ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, ഒന്നായിട്ടുണ്ട് വാരി വലിച്ചിട്ടിട്ട് ഒരു തലക്ക് ഇരുന്നിട്ട് അങ്ങനെ നേരാക്കാമെന്ന് കരുതി. വേണ്ട സാധനങ്ങൾ ബാഗൊക്കെ ആ സ്പോട്ടിൽ ഇടുകയും ചെയ്യുക, വേണ്ടാത്ത ഒഴിവാക്കുകയും ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഓരോ പാത്രങ്ങൾക്ക് എടുത്ത് വെക്കാമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ അങ്ങനെ ഒക്കെ വാരി വലിച്ച് ബെഡിലേക്ക് ഇട്ടിട്ട് വേണ്ടതൊക്കെ ബാഗൊക്കെ ഇടുന്നുണ്ട്. പിന്നെ മറ്റേ ആൾക്കും പാത്രങ്ങളൊക്കെ ഈ ഇതാക്കണം, എന്താ വെച്ചാൽ എൻ്റെ കൈക്ക് ഇരിക്കണ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, പിന്നെ അതേമാതിരി യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ പരസ്യം കണ്ടിട്ട് അങ്ങനെ വേങ്ങിയിരുന്നു കേട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ ഒരു തൊലിക്കനുസരിച്ചുള്ള ഒരു ദയനീയമില്ല കേട്ടോ. കാരണം എങ്ങനെയാ പറയുക, ചിലർക്ക് ചിലത് പറ്റില്ല എന്നാൽ മാതിരി കേട്ടോ. അപ്പോൾ പിന്നെ അത് ഏതായാലും ഡേറ്റ് കഴിഞ്ഞും ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ കുറേയൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അത് പിന്നെ ഏട്ടനാ ഒഴിവാക്കുന്നത്, ഡേറ്റ് കഴിഞ്ഞ സാധനം പിന്നെ നമ്മൾ എത്ര പാത്ത് വെച്ചിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ആ ഫൗണ്ടേഷൻ ഒഴിവാക്കിയിട്ട് പിന്നെ BB ക്രീം ഉണ്ടപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചുണ്ടുമ്പോൾ ഒന്ന് തേച്ച് നോക്കിയിട്ടാണ്. പിന്നെ ബാക്കി സാധനങ്ങൾ ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കണം തിരക്കി ചെയ്തിട്ടാണ്. പിന്നെ അളക്കും പാത്രങ്ങൾക്കും ഞാൻ ഇതേമാതിരി മുട്ട സൂചിയും കാര്യങ്ങളാക്കലും
ഒക്കെ കൂടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ബാഗൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഒഴിവാക്കാനുള്ള പാത്രങ്ങൾ അളക്കാളും, അതായത് ഇങ്ങനെ ക്രീമിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുട്ടുപിന്നും കാര്യങ്ങളൊക്കെ അതേമാതിരി അതിന്മേൽ തന്നെ കുത്തി വെക്കുന്നുണ്ട്. അത് എത്ര കുത്തി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. എവിടേക്കെങ്കിലും പോകുവാണെങ്കിൽ ഒന്നായിട്ടൊന്ന് വാരി എടുക്കും, ബാക്കി ഉണ്ടെങ്കിൽ ആ പേസ്ക്കാണ്ട് ഇടും കേട്ടോ. പിന്നെ തോന്നുമ്പോൾ അതേമാതിരി ഇങ്ങനെ ഒതുക്കി പെറുക്കി വെക്കും. അതായത് ആ മുട്ടുപിന്ന് ആ ബോർഡും അതേമാതിരി ആക്കും. ചിലപ്പോൾ ഒന്നായിട്ട് ആ പേസ് കണ്ടിട്ടേക്കാം കേട്ടോ. ഓരോ ശീലം ഓരോ ഇതല്ലേ, ഓരോ ടൈമിൽ ഓരോ മൂഡ് അറിയുന്ന മാതിരി കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ കൈക്ക് കൊട്ടണം എന്താ സംഭവിച്ചാൽ, ഇതെന്നാണ് ഞങ്ങൾ ഊട്ടി പോയപ്പോൾ അവിടുന്ന് റൂമിൽ നിന്ന് കിട്ടിയെന്നിട്ട് ഞങ്ങൾക്ക് അതേമാതിരി നമ്മളെ ബോഡി ലോഷൻ ഉണ്ടല്ലോ അത്. അപ്പോൾ ലാലും അടുത്ത് പോന്നേന്നിട്ടാ, നല്ല സ്മെല്ലേന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലു പറഞ്ഞാൽ വെറുതെ കളയണ്ടല്ലോ, അതൊക്കെ നമ്മളെ പൈസയിൽ പോയതാണ് പറഞ്ഞിട്ട് ലാലു അതവിടുന്ന് പെറുക്കി പോന്നേന്നിട്ടാ. അങ്ങനെ അതൊക്കെ. പിന്നെ ഈ കാപ്പിപ്പാത്രത്തിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാട്ടോ ഞാൻ ആക്കണത്. പിന്നെ ആ ചുവന്ന ബക്കറ്റിൽ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആക്കാട്ടോ. പിന്നെ എൻ്റെ റോസ് പേസ് എന്താ വെച്ചാൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാട്ടെ ഞാനങ്ങോട്ട് പാങ്ക് പോന്നപ്പോൾ കൊണ്ടുവരട്ടെ. കാരണം ഇവിടെ ഒരു മുടി കളച്ചിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൂത്താപ്പാടെ. അപ്പോൾ പിന്നെ നമ്മൾ ഇതേമാതിരി ഇവിടെ വന്നാലും ഒരിക്കലും പുറത്തേക്കൊക്കെ പോകുമല്ലോ, അപ്പോൾ അതിലൊക്കെ കൂടെയുള്ള അത്യാവശ്യമായിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ ആ റോസ് പേസിലാക്കിയിട്ട് എൻ്റെ ബാഗ് ഇട്ടിക്കാട്ടോ. പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി അൽമാറിക്കും വെച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മടക്കി വെക്കണ തിരക്ക് കഴിഞ്ഞിട്ട്. കാരണം പാക്കിന് പോരുമ്പോൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോരും, പക്ഷെ ഉപയോഗിക്കൊന്നുമില്ല കേട്ടോ. കൊടുന്ന് വെച്ചാൽ അങ്ങനെ അൽമാറിക്കണ കയറ്റും, തിരിച്ച് പാങ്ങുന്ന തിരൂർക്ക് പോകുമ്പോൾ അത് അതേമാതിരി എടുത്തിട്ട് തിരിച്ച് കൊണ്ടുപോകും ചെയ്യട്ടെ. പിന്നെ ഈ ഡ്രസ്സുകൾ ഞാൻ എടുക്കണ്ടേ എന്നുള്ളൊരു സംശയം മുട്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് മീഷോന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ അത് 14-ാം തീയതി ഓർഡർ ചെയ്തിട്ട് 21-ാം തീയതി ആകുമ്പോഴത്തേനും കൈക്ക് കിട്ടേണ്ട സാധനമായിരുന്നു. പക്ഷെ അത് വൈകിട്ട് കിട്ടാൻ 21-ാം തീയതിയാണ് അവിടെ നിന്ന് പോകുന്നത് തന്നെ. പിന്നെ ഇതേമാതിരി തിരുമ്പി ഒക്കെ ഞാൻ തോരയിടാൻ വേണ്ടി കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ റൂമിലാണ് തോരയിടുക, കാരണം ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ പുറത്ത് തോരയിട്ടാണ്ട് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ മെഷീനിലിട്ട് ഉണക്കിയിട്ട് ഈ റൂമിൽ കൊടുത്തിട്ട് അങ്ങനെ തോരയിടലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോരയിടുകയാണ്. പിന്നെ ജനാൽമ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോരയിടുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ തികയുള്ളൂ, കാരണം നമ്മൾ എന്നും തിരുമ്പണോണ്ട് ഉണങ്ങി കിട്ടൂലല്ലോ. അങ്ങനെ അയലുമ്പോൾ തോരയിട്ട തികയാത്ത ബാക്കിയൊക്കെ ഞാൻ ഇതേമാതിരി ജനാൽമ തോരയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ തോരയിട്ട വേഗം ഉണങ്ങി കിട്ടും, കാരണം മെഷീനിലിട്ട് ഇതേക്കാരം പിന്നെ ഒന്നും കാറ്റുണ്ടാക്കും വരെ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെത്താനെ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതേമാതിരി ജനാൽമയും പിന്നെ മെഷീൻ വെറുതെ കിടക്കുന്നുണ്ട്. മെഷീൻ്റെ മേലെ കൂടെയൊക്കെ ഷാളും ഇതൊക്കെ വിരിച്ചിട്ട് ഏതായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂക്കിയിട്ടിട്ട് ഉണക്കാൻ ഇട്ടിക്കണം കേട്ടോ. പിന്നെ അവിടെ ഉണങ്ങിയതാണ് ബാക്കി എടുത്തേക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതേമാതിരി അൽമാരയ്ക്ക് മടക്കി എടുത്തേക്കട്ടെ. എൻ്റെ അറിയിക്കും ലാലുവിൻ്റെ അറിയിക്കൊക്കെ വെക്കാം കേട്ടോ. പോരുമ്പോൾ മടക്കി ഒതുക്കിയാക്കി പോകുന്നത്. ഇനി ചെല്ലുമ്പോൾ അറിയട്ടാ അൽമാറിൻ്റെ ഉള്ളിൽ യുദ്ധക്കളയിക്കണമെന്നാവട്ടെ. കാരണം ഇവിടുന്ന് ചെല്ലുമ്പോൾ അത് വലിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടാവും, ഇത് വലിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടാവും. എൻ്റെ അൽമാരയിലും കയറി കളിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ അൽമാരയിൽ എന്തെങ്കിലും ഉണ്ട് വെച്ചിട്ട് വാരി വലിച്ചിടും, ആളുടേലും പോയിട്ട് വാരി വലിച്ചിടും. ഇനി ഒക്കെ കൂടെ ചെന്നിട്ട് ഇനിയും അധികം നേരാക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ അവിടെ കിടന്നോട്ടെ. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് മാറ്റലൊക്കെ കഴിഞ്ഞ് പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണാടൻ്റെ തലങ്ങും വിലങ്ങും തിരിഞ്ഞ് നോക്കാം കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, മാറ്റലായിരുന്നു തിരിഞ്ഞു മറിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടായിക്കാരല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഉമ്മാനെ കല്യാണത്തിന് കൊണ്ടാക്കാൻ പോയത് കേട്ടോ. അതായത് ഉമ്മാക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഉമ്മാനെ അവിടെ ആക്കി കൊടുക്കാൻ വേണ്ടി പോയതേന്ന് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇതേമാതിരി ലൈവിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ദിവസം നമ്മൾ ലൈവിൽ കയറണം അത്രയും നല്ലതാട്ടോ. കാരണം നമ്മൾ ഈ ലൈവിൽ പോണ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഒരു ദിവസത്തെ വീഡിയോ ആയി കിടക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ലൈവിലൊക്കെ ഇരുന്ന് പിന്നെ കൊലയുമൊക്കെ വന്നപ്പോൾ അതാട്ടോ അവസ്ഥ. ലാലു 2 കോട്ടുണ്ട് ഇങ്ങനെ ഗ്രില്ലുമ്പോൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതാരേലും മനുഷ്യന്മാരെ കെട്ടി തൂക്കിയ മാതിരി ഉണ്ട്, കൈയൊക്കെ നീർത്തി വെച്ചിട്ട് കിടക്കണതാന്നിട്ട് കളിയാക്കിയെന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ലാലു പെരയിന്ന് മഴച്ചാറ്റിലുണ്ടായിരുന്നിട്ട് ഇങ്ങനെ കോട്ടിട്ട് പോന്നിരുന്നു. ഞാൻ പിന്നെ ആദ്യം തന്നെ കോട്ടിട്ടിരുന്നില്ല, എനിക്കറിയാം മഴ പെയ്യൂല, കാരണം വെയിലുള്ള കാരണം എനിക്ക് പൊതുവേ കോട്ടിടാൻ മടിയായിക്കാരം. അപ്പം ഞാൻ ഇട്ടിരുന്നില്ല കേട്ടോ. ലാലു ഇങ്ങനെ ചാറ്റിലുണ്ടപ്പോൾ ലാലു ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല നനഞ്ഞാലും കുഴപ്പമില്ല, ഇച്ചാ കോട്ടിടാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിൻ്റെ മുന്നിലിരിക്കുന്ന കവറും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അവിടെ അയൽവാസിത്തെ കാക്കു ഹോസ്പിറ്റലിൽ നിന്നിട്ട്. അപ്പോൾ എന്താണ് ഓൾക്ക് അതായത് ഇങ്ങനെ ഡ്രസ്സും പിന്നെന്താ പുതപ്പും കാര്യങ്ങളും എന്തൊക്കെയോ സംഭവങ്ങൾ പെരേന്ന് ഓരോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ മോള് മാത്രമുള്ള ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോണ വഴിക്ക് കൊടുക്കുക ചോദിച്ചപ്പോൾ പിന്നെ എന്തായാലും പോണ വഴിക്ക് അതിന് ഹോസ്പിറ്റലിലേക്കുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യാം. അപ്പം അതിൻ്റെ മോൻ ഇവിടെ നാട്ടിലില്ല, ആൾ ഗൾഫിലാണ്. അപ്പം പിന്നെ ലാലുവിനെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവട്ടെ. ഈ വെളിച്ചെണ്ണ ഇതൊന്നും നോക്കണ്ട കേട്ടോ. എന്താണ് ഈ ഇളി എന്നൊക്കെ വെച്ചാൽ പാങ്ങിൽ പോണ പൊലിവട്ടക്കാണ്. അപ്പോൾ ലാലുവിനെ കളിയാക്കി എന്നിട്ട് എന്താ പോളെ ചെറിയ കണ്ടാലറിയാം എന്താ ഓളെ പൊലിവ് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി എന്നിട്ടാ. അപ്പം ഞാൻ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ്, എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവരവരുടെ പെരയ്ക്ക് പോകുമ്പോൾ സ്വർഗം കിട്ടുന്ന ഒരു ഫീലായി കയറുന്ന പറഞ്ഞിട്ട് ഞാൻ വലിയ ഡയലോഗ് ഇട്ടിച്ചിക്കാട്ടോ. ഇതെന്തായാലും അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. പിന്നെ ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നിട്ട് പോലെ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു പുഴ ഇട്ടത് നല്ല രസമായിട്ട് ഈ പുഴ.
അങ്ങനെ പിന്നെ എന്തായാലും ഇവർക്ക് ഈ സാധനം കൊടുത്തിട്ട് പിന്നെ പെരയിൽ പോയിട്ട് എന്താ പറയുക എൻ്റെ സാധനങ്ങൾ എടുക്കണം. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞങ്ങൾക്ക് മുടി കളച്ചിൽ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള കുറച്ച് സംഭവങ്ങൾ വാങ്ങാനും ഒക്കെ ഉണ്ട്. എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ കൂടി ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസം കേട്ടോ. അങ്ങനെ എന്തായാലും സാധനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാ. പിന്നെ ഞങ്ങളിതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ കൂടി പോയി. പിന്നെ പെരയിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് വേണം അങ്ങ് പോകാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.